ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. 4 മണി പലഹാരം സ്പഞ്ചാണ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകളാണ് മുട്ട, അതായത് 5 മുട്ട, മൈദമാവ്, പഞ്ചസാര, വാനില എസൻസ്, ഇതുപോലുള്ള ചെറിയൊരു പൊടിക്കരണ്ടി ആയിരിക്കണം. അതിന് 1 സ്പൂണ് സോഡാപ്പൊടി. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സ്പഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഒരിക്കലും അതിൻ്റെ മഞ്ഞ നമുക്ക് ഈ വെള്ളയിലൂടെ കലരാൻ പാടില്ല. മഞ്ഞ പ്രത്യവും വെള്ള രണ്ടും ഇങ്ങനെ എടുക്കാനുള്ളത്. രണ്ടും ഒരുമിച്ചിട്ട് അടിക്കാൻ പാടില്ല. അങ്ങനെ അടിക്കുന്നവരും ഉണ്ട്, പക്ഷേ എനിക്കത് പറ്റില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. പലരും പല രീതിയിലാണ് ചെയ്യണത്, പക്ഷേ എനിക്കറിയാമെന്നുള്ളത് ഇങ്ങനെയാണ്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്കി മുട്ടയും കൂടെ പൊട്ടിച്ചത് അടുത്ത ആഴ്ച കാണിക്കുന്നതാണ്. മഞ്ഞ നമ്മൾ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തതാ വെള്ള നമ്മൾ ഇതിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു പാത്രമായിരിക്കണം. ഈ വെള്ള മാത്രം അടുത്ത ഇടം വരെ അടുത്ത ഇനി നമ്മൾ ഇതിൽ കൂടെ പഞ്ചസാരേനെ കൂടെ മിക്സ് ചെയ്യാൻ പോകണം. ആ വെള്ളയെ ഇതുപോലെ പതച്ചെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളതിൽ പഞ്ചസാരയാണ്. ഒരു കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് മാവ് അടിയാൻ പോവുകയാണ്. പഞ്ചസാര പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അടുത്തിട്ട് പഞ്ചസാര ഇട്ട് ഇതിൽ കൂടെ കണക്കായി പഞ്ചസാരയും വെള്ളയും മുട്ടയും അതിൻ്റെ വെള്ളയും പഞ്ചസാരയും കൂടെ അടിച്ച് ഇതേ പരുവത്തിലാക്കണം. പോകുന്നത് ഈ മഞ്ഞ നമ്മളതിൽ അടുത്ത അത് കഴിഞ്ഞിട്ട് ഈ മഞ്ഞ ഒഴിച്ച് എളുപ്പം ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എളുപ്പം ചെയ്ത് നമുക്ക് വേണം. മൂന്നും കൂടെ വെള്ളയും പഞ്ചസാരയും അതിൻ്റെ മഞ്ഞയും കൂടെ ചേർത്ത് ഇതേ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത ആ പഞ്ചസാരയ്ക്ക് തകർന്ന ഈ 5 മുട്ടയ്ക്ക് തകർന്ന 1 കപ്പ് മാവ്. മൈദ മാവാണ്. 1 കപ്പ് മാവാണ്, അരിച്ചെടുത്തതാണ്. മാവ് നല്ലതായിരിക്കണം. നമ്മൾ പതുക്കെ ഇത് ഓണാക്കി നമ്മൾ മാവ്, പഞ്ചസാര, മുട്ട എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ കരണ്ടി വെച്ച് നമ്മൾ ചേർക്കേണ്ടതാണ്. ഇതിന് 1 സ്പൂണല്ല, ഒരു ചെറിയ കരണ്ടതാ സോഡാപ്പൊടി. ഇത്രയും സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് കൈയിട്ട് കരണ്ടിയിട്ട് ഇങ്ങനെ ഇനി നമ്മൾ ഒഴിക്കാൻ വേണം വാനില എസൻസ്. ഈ എസൻസ് ഒഴിച്ചാലേ നമുക്ക് ആ മുട്ടയുടെ മണമൊക്കെ മാറി കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് നമുക്കൊരു മണത്തിന് ഇത് വേണം നമുക്ക്. പിന്നെ 2 സ്പൂൺ നിറച്ച് വേണ്ട. ചെയ്യാം നമുക്ക്. ഈ സാധനം ഇല്ലെങ്കിൽ നമുക്ക് മുട്ട അടിക്കുന്ന സാധനം വെച്ചത് ചെയ്യാം. ഓവനിൽ ചെയ്യാം, നമുക്ക് ഇതിൽ കുക്കറിൽ ചെയ്യാം. ഞാൻ പണ്ടൊക്കെ കുക്കറിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓവനുള്ളതുകൊണ്ട് ഓവനിൽ ചെയ്യാം. ഇപ്പോൾ ഒരു വലിയ പാത്രം നിൽക്കുമ്പോൾ തന്നെ ഒരെണ്ണം നമുക്ക് ഉണ്ടാക്കാം. ഇത്രയും സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഓവൻ ഉള്ളതുകൊണ്ട് ഓവനിൽ. കുക്കറിൽ വെക്കുന്ന നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓവനിലാകുമ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി മിനിറ്റുന്നുണ്ട്, അതനുസരിച്ച് അതറിയണ്ടേ. അപ്പം കുക്കറിൽ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുമ്പോൾ അത് ചപ്പിപ്പോകും.
ഞാൻ പക്ഷേ നല്ലതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കറിൽ വെച്ച്. ഇത് ഇത്രയുള്ള സംഭവമാണ്. ഇത് വെച്ചിട്ട് ഇനി അടുത്ത നമ്മളിത് ഓവണിനകത്തോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഓവണിൽ വെച്ചിട്ട് നമ്മൾ അടുത്തത് റെഡിയായിട്ട് കാണിക്കും. എണ്ണ ആയാലും മതി, ഇപ്പം നെയ്യ് തന്നെ വേണമെന്നില്ല. നെയ്യാകുമ്പോൾ കുറച്ചുകൂടെ മണമൊക്കെ കിട്ടും. ഇത് നമ്മളതായത് എനിക്കിപ്പോൾ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇനി ഇത് തേക്കാനുള്ള ബ്രഷൊന്നുമില്ല കയ്യിൽ, അതുകൊണ്ടാണ് ഞാൻ കൈയിട്ട് തേക്കുന്നത്. എനിക്ക് ബ്രഷില്ല. ഇല്ല 4 അരി വെച്ചിരിതാണ്. പേപ്പർ വെച്ച് വയ്ക്കണവരും ഉണ്ട്. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വരും. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് സപ്പോർട്ട് തരണം. എല്ലാവരും കാണണം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരണം. എന്നെ പാലിച്ചു ഞാൻ ഒന്നാമതാക്കി ഓക്കെ. നമ്മൾ ഓവണിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. മിനിറ്റ് വയ്ക്കണം. 10 മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയാവും. 10 മിനിറ്റാണ് ഇതിനെ കണക്ക്. വെച്ചിട്ടുണ്ട്. എൻ്റെ ഓവണ് ഇത്തിരി പഴക്കം ചെന്നതാണ്, നമ്മളിങ്ങനെ ഉപയോഗിക്കാതിരിക്കും. ഇനി അടുത്ത് റെഡിയായിട്ട് നമ്മൾ ബാക്കി കാണിക്കുന്നതാണ്. നമ്മളത് സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. നല്ല ഒരു ഇതാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതാണ് സ്പഞ്ച്. ഇത്രയും സാധനം കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ലതാണ്. കൊച്ചു കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പം വീട്ടിലിരിക്കണ അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു സാധനമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് ഇനി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്നത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, എല്ലാ കൂട്ടുകാരും